ഓവൽ ടെസ്റ്റിൽ ഇന്ത്യക്ക് നാടകീയമായ ജയമുണ്ടായിരിക്കുകയാണ്. അവസാന ദിനത്തിലെ ത്രില്ലർ ക്ലൈമാക്സിൽ 6 റൺസിനാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത്. മുഹമ്മദ് സിറാജാണ് ഇന്ത്യക്ക് വിജയമൊരുക്കിയത്. ഇപ്പോൾ KP സജിഷ ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. സജിഷ, ഈ ഓവൽ ടെസ്റ്റിൽ നമുക്കറിയാം അടിമുടി നാടകീയ രംഗങ്ങളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടത്. എന്തായാലും ഈ മുഹമ്മദ് സിറാജിൻ്റെ ഒരു മിന്നുന്ന പ്രകടനം തന്നെയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ മുട്ടുകുത്തിക്കാൻ ഇടവരുത്തിയിട്ടുള്ളത്. എങ്ങനെയൊക്കെയായിരുന്നു താരങ്ങളുടെ ഇന്നത്തെ പ്രകടനം? ഭദ്ര സസ്പെൻസ് ത്രില്ലറിനൊടുവിൽ ഓവലിൽ ഇന്ത്യ ചരിത്രം എഴുതിയിരിക്കുകയാണ്. അങ്ങേയറ്റം നാടകീയതകൾ നിറഞ്ഞ മത്സരത്തിൽ 6 റൺസിനാണ് ഇംഗ്ലണ്ടിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഉദ്വേഗഭരിതമായിരുന്നു ഇന്നത്തെ മത്സരം മുഴുവൻ. ഉടനീളം അങ്ങനെ അത്രയും ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നു ഇന്ന് മൊത്തം നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ നമുക്കറിയാം, ഇന്നലെ കേവലം ഒരു 4 വിക്കറ്റ് മാത്രമായിരുന്നു ഇന്ത്യക്ക് നേടാനുണ്ടായിരുന്നത്. പക്ഷേ ഇംഗ്ലണ്ടിന് 35 റൺസ് മാത്രം മതിയായിരുന്നു വിജയം. പക്ഷേ മുഹമ്മദ് സിറാജ് അത് മുഴുവൻ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ആ ഇംഗ്ലണ്ടിൻ്റെ വിജയ പ്രതീക്ഷകൾ മൊത്തം മാറ്റി ഒരു ചരിത്രം എഴുതിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ സിറാജ് വീഴ്ത്തിയ 4 വിക്കറ്റ് ഇന്ത്യക്ക് വീഴ്ത്താനുണ്ടായിരുന്നു. ആ 3 വിക്കറ്റും സിറാജ് വീഴ്ത്തിയതോടുകൂടി തന്നെ ഇന്ത്യ ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. അതിൽ തന്നെ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി ഇന്ത്യയും ഇംഗ്ലണ്ടും ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ഏറ്റവും ആകാംക്ഷയോടുകൂടി തന്നെയായിരുന്നു ക്രിക്കറ്റ് ലോകം ഇന്നത്തെ മത്സരം കാത്തിരുന്നത്. കാരണം വിജയത്തിൻ്റെ കാറ്റ് ഏതു ഭാഗത്തേക്കും നീങ്ങാമെന്നൊരവസ്ഥയായിരുന്നു. ഇംഗ്ലണ്ടിന് 35 റൺസ് മതിയായിരുന്നു. ഇന്ത്യക്ക് 4 വിക്കറ്റായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത് ജാമി സ്മിത്ത് എന്ന പോരാളിയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ക്രീസിലുണ്ടായിരുന്നത്, ബാറ്റിങ്ങിനായിട്ട് ഇറങ്ങിയിരുന്നത്. പക്ഷേ മത്സരം തുടങ്ങിയ ഉടൻ തന്നെ, ഇന്ന് പുനരാരംഭിച്ച ഉടൻ തന്നെ 2 റൺസ് എടുത്ത ജാമി സ്മിത്തിനെ മുഹമ്മദ് സിറാജ് പുറത്താക്കുന്നു. അതോടുകൂടി തന്നെ ഇന്ത്യ വിജയം മണത്തു തുടങ്ങുന്നു. പക്ഷെ തൊട്ടടുത്ത് വീണ്ടും ഒരു വിക്കറ്റ് കൂടി ഇന്ത്യ വീഴ്ത്തുന്നു. പ്രസിദ്ധ കൃഷ്ണ വീണ്ടും ഒരു വിക്കറ്റ് കൂടി വീഴ്ത്തുന്നു. പക്ഷേ ഇതിലേറ്റവും ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരുന്ന ക്രിസ് വോക്സ് ഒടിഞ്ഞ കൈയുമായിട്ട് ഒരു പോരാട്ടം, അപ്പോഴും ഇംഗ്ലണ്ടിൻ്റെ പോരാട്ടവും അസ്തമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒടിഞ്ഞ കൈയുമായിട്ട് ക്രിസ് വോക്സ് ബാറ്റിങ്ങിന് ഇറങ്ങുന്നു. ഗ്യാസ് ആറ്റ്കിൻസൺ വീണ്ടും അവസാനം ഉജ്ജ്വലമായിട്ടൊരു ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു. ഒരു 9 വിക്കറ്റ് വീണെടുത്ത് നിന്ന് ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടത് 11 റൺസ് മതിയായിരുന്നു. ഇന്ത്യക്ക് 1 വിക്കറ്റ് വീഴ്ത്തണമായിരുന്നു, 1 വിക്കറ്റും. അങ്ങനെ ഒരു ആകാംക്ഷ, ഒരു ത്രില്ലർ പോരാട്ടം തന്നെയായിരുന്നു പിന്നീടുള്ള നിമിഷങ്ങൾ ക്രിക്കറ്റ് ലോകം കണ്ടുകൊണ്ടിരുന്നത്. അവിടെ സിറാജ് അവസാന വിക്കറ്റും കൂടി മുഹമ്മദ് സിറാജ് വീഴ്ത്തുകയും ചെയ്തതോടുകൂടി ഇന്ന് ഈ ടെസ്റ്റിലെ 2ാം ഇന്നിങ്സിൽ 5 വിക്കറ്റാണ് സിറാജ് വീഴ്ത്തിയിട്ടുള്ളത്. അതോടുകൂടി തന്നെ ഇന്ത്യ പരമ്പരയിലൊപ്പം എത്തുകയും, കാരണം ഇംഗ്ലണ്ടിന് ഇന്ന് സമനില മതിയായിരുന്നു, പക്ഷേ ഇന്ത്യക്ക് ജയം അനിവാര്യമായിരുന്നു ഒപ്പം എത്താൻ. അങ്ങനെ ഒരു ഉജ്ജ്വലമായൊരു പോരാട്ടത്തിന് ഒടുവിൽ ഇന്ത്യ പരമ്പര സമനില പിടിക്കുകയും ഇന്ത്യ ഈ ഓവലിൽ ഒരു ചരിത്രം എഴുതുകയും ചെയ്തിരിക്കുകയാണ്. ഭദ്ര, തീർച്ചയായും സജിഷ, നമുക്കറിയാം മുഹമ്മദ് സിറാജും ഒപ്പം തന്നെ മുഹമ്മദ് സിറാജിൻ്റെ ആ ഒരു വിക്കറ്റ് എന്ന് പറയുന്നത് സജിഷ പറഞ്ഞതുപോലെ തന്നെ വളരെ വലിയ നിർണായകമായിട്ടുള്ളൊരു നീക്കത്തിലേക്ക്, ഒരുപക്ഷെ നമുക്കറിയാം ഈ ആൻറ്റി ക്ലൈമാക്സിലേക്ക് കടക്കുന്ന ഘട്ടത്തിലടക്കം ഒരുപക്ഷെ കളി കൈവിട്ടു പോയി എന്ന രീതിയിൽ പോലും നമ്മൾ ചിന്തിച്ചിരുന്നു പലരും. അവിടെയാണ് മുഹമ്മദ് സിറാജ് എറിഞ്ഞു വീഴ്ത്തിയത് ഇംഗ്ലീഷ് പടയെ എന്നുള്ളതാണ്. നമുക്കറിയാം എഡ്ജ് ബാസ്റ്റണിലും നമുക്ക് ഈ യുവ ബൗളർമാരുടെ ആ ഒരു കരുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും ശുഭ്മാൻ ഗില്ലിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസിയിൽ ആ യുവനിര നിരന്നപ്പോൾ വീണ്ടും ഇതാ ഇവിടെ ഒരു ചരിത്രം പിറന്നിരിക്കുന്നു, അല്ലേ സജിഷ? ഭദ്ര, ലോർഡ്സിലും ലീഡ്സിലും ഇംഗ്ലണ്ടിനായിരുന്നു ജയം. എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യ ചരിത്ര വിജയം നേടിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരിക്കൽ പോലും ഇന്ത്യക്ക് അവിടെ വിജയം നേടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ചരിത്രത്തിൽ ആദ്യമായി ശുഭ്മാൻ ഗില്ലും സംഘവും ഇന്ത്യയുടെ യുവനിര എഡ്ജ് ബാസ്റ്റണിൽ ചരിത്ര വിജയം സ്വന്തമാക്കി. മാഞ്ചസ്റ്ററിൽ ടൈ ആയിരുന്നു, സമനിലയായിരുന്നു ഇരു ടീമും നേടിയിട്ടുണ്ടായിരുന്നത്. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ അവസാന ടെസ്റ്റായിരുന്നു ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്നത്. കാരണം 2-1 ഇംഗ്ലണ്ട് മുന്നിലാണ്. ഇന്ത്യക്ക് ജയം അനിവാര്യമാണ്. പക്ഷേ ഉജ്ജ്വലമായിട്ടൊരു ബാറ്റിംഗ് പാടവം ഇന്ത്യക്കുണ്ടായിരുന്നു. മികച്ച സ്കോർ തന്നെ ഇന്ത്യ ഓവൽ ടെസ്റ്റിൽ ഇന്ത്യ ഒരു മികച്ച സ്കോർ തന്നെ പടുത്തുയർത്തിയിട്ടുണ്ടായിരുന്നു ശുഭ്മാൻ ഗില്ലും സംഘവും. പക്ഷേ ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിങ്സിലാണെങ്കിലും ഒരു ഉജ്ജ്വല ബാറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. പക്ഷേ അവിടെ ഇംഗ്ലണ്ടിൻ്റെ ഒരു ബാറ്റിംഗ് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യ തുടരെ വിക്കറ്റുകൾ വീണെങ്കിലും മുഹമ്മദ് സിറാജിന് പറ്റിയ ഒരു ചെറിയ പിഴവുണ്ടായിരുന്നു അവിടെ. കാരണം ഹാരി ബ്രൂക്കിനെ 19 റൺസ് നേടിയിട്ടുണ്ടായിരുന്ന ഹാരി ബ്രൂക്കിനെ ഇന്നലെ സിറാജിൻ്റെ ക്യാച്ച് ബൗണ്ടറി ലൈനിനപ്പുറമായിട്ടുണ്ടായിരുന്നു. ക്യാച്ച് എടുത്തിട്ട് ബൗണ്ടറി ലൈനപ്പുറം വെച്ചതോടുകൂടി അത് സിക്സറായി മാറുകയും അങ്ങനെ ആ വിക്കറ്റ് നഷ്ടമാവുകയായിരുന്നു. അവിടെ നിന്ന് ഹാരി ബ്രൂക്ക് ഇന്നലെ ഒരു സെഞ്ചുറി തികച്ചിട്ടാണ് ഹാരി ബ്രൂക്ക് മടങ്ങിയത്. അതോടുകൂടി തന്നെയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ സ്കോർ ഉയർന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് സിറാജിനെതിരെ, കാരണം ഒരു
അത്രയും വലിയൊരു പോരാട്ടം നടത്തിയിട്ടും ഒരു ചെറിയൊരു പിഴവായിരുന്നു അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് മൊത്തം ഇന്നത്തെ പോരാട്ടത്തിലൂടെ സിറാജ് മാറ്റി എഴുതുകയായിരുന്നു. കാരണം ഇന്നത്തെ ഇതിൽ തന്നെ പരിശോധിച്ചാൽ തന്നെ അറിയാം, ഭദ്ര ചോദിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ യുവനിര അത് റൺ വേട്ടയിലാണെങ്കിലും വിക്കറ്റ് വേട്ടയിലാണെങ്കിലും ഇന്ത്യയുടെ യുവനിര തന്നെയാണ് ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. കാരണം ഇംഗ്ലണ്ടിനേക്കാൾ ഏറ്റവും മുന്നിലുള്ളത് ബാറ്റിങ്ങിൽ ഏറ്റവും മുന്നിലുള്ളത് ശുഭ്മൻ ഗില്ലാണ്. ഏറ്റവും റൺ സ്കോററായിട്ടുള്ളത് 700-ലധികം റൺസ് ശുഭ്മൻ ഗിൽ നേടി. ബൗളിങ്ങിലാണെങ്കിൽ 20 വിക്കറ്റുമായിട്ട് മുഹമ്മദ് സിറാജാണ് വിക്കറ്റ് വേട്ടയിൽ ഏറ്റവും മുന്നിലുള്ളത്. ജോറൂട്ട് തൊട്ട് പിന്നെ ശുഭ്മൻ ഗില്ലിന് ബാറ്റിങ്ങിൽ ജോറൂട്ടിന് തൊട്ട് പിന്നാലെയുള്ളത് ജോറൂട്ടാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. പക്ഷേ അവിടെയെല്ലാം ഇന്ത്യയുടെ ബാറ്റർമാരും ബൗളർമാരും ആണ് ഏറ്റവും മുന്നിലുള്ളത്. ഇന്ത്യ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇതിനു പുറമെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയിലെ ആദ്യത്തെ മത്സരമായിരുന്നു, ഈ ആദ്യത്തെ ടെസ്റ്റായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ടെസ്റ്റ് പരമ്പരയിൽ ഈ സീരീസിൽ തന്നെ ഒരു 2 വിജയങ്ങൾ സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതിനു പുറമെ തന്നെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ടെസ്റ്റ് പരമ്പരയായിരുന്നു. അപ്പോൾ ആ പരിചയ സമ്പത്തിൻ്റെ ഒരു വലിയൊരു കുറവുണ്ടാകുമെന്ന് കരുതി അത് ചില സന്ദർഭങ്ങളിൽ നമുക്കത് നിഴലിച്ചിരുന്നെങ്കിലും ബാറ്റിങ്ങിൽ വിരാട് കോഹ്ലിയുടെ 4ാം നമ്പർ ബാറ്റിങ്ങിന് പകരക്കാരൻ ആരെന്ന് ഇപ്പോൾ ഇന്ത്യ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ക്രിക്കറ്റ് ലോകം കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ശുഭ്മൻ ഗില്ല് ഒരു മികച്ച ഇന്നിങ്സ് തന്നെയാണ്. കാരണം റൺ വേട്ടയിൽ തന്നെ ഈ സീരീസിലുടനീളം റൺ വേട്ടയിൽ ഏറ്റവും മുന്നിലുള്ളത് ഗില്ലാണ്. അതിനു പുറമെ തന്നെ നമുക്ക് പരിചയസമ്പത്തിന് യുവനിരയുടെ ഒരു ഉദ്വേഗജനിതമായ പോരാട്ടങ്ങൾ അവിടെ നിഴലിച്ചെങ്കിലും പല മത്സരങ്ങളിലും നിർണായകമായിട്ടുള്ളത് രവീന്ദ്ര ജഡേജയുടെ പരിചയ സമ്പത്ത് തന്നെയാണ്. അത് നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ കഴിയില്ല. കാരണം അവസാന ഇന്നിങ്സുകളിൽ പലതിലും ഒരു ഇന്ത്യ തോൽവിയുടെ വക്കിൽ നിന്ന് ചിലത് പൊരുതി വീണു, ചിലത് സമനില പിടിച്ചു. മാഞ്ചസ്റ്ററിലും അതുപോലെ തന്നെ തൊട്ട് മുമ്പുള്ള ലോർഡ്സിലാണെങ്കിൽ പൊരുതി വീഴുകയായിരുന്നു ഇന്ത്യ. ജഡേജയുടെ ഉജ്ജ്വലം ഇന്നിങ്സ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണെങ്കിലും ജഡേജ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ എന്ന ഓൾറൗണ്ടറുടെ വലിയൊരു മികവ് തന്നെ നമ്മൾ അവസാനത്തെ 2 ടെസ്റ്റിൽ നമ്മൾ ഈ ഓവൽ ടെസ്റ്റിൽ നമ്മൾ കണ്ടു. അങ്ങനെ ഒരു ഇന്ത്യയുടെ യുവനിര ഭാവി ഒരു ക്രിക്കറ്റ് ലോകത്ത് തീർച്ചയായും സജിഷ അങ്ങനെ തന്നെയാണ്. അതായത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു യുവ താരങ്ങൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ ശുഭ്മാൻ ഗില്ലിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസിയിൽ ഇപ്പോൾ നമുക്കറിയാം മുഹമ്മദ് സിറാജിൻ്റെ എറിഞ്ഞു വീഴ്ത്തലിലൊക്കെ തന്നെ വലിയ രീതിയിൽ 2 തവണയാണ് ഇപ്പോൾ ചരിത്ര വിജയം നേടാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുള്ളത്. ഓവൽ ടെസ്റ്റിൽ അങ്ങനെ ഇന്ത്യ നാടകീയ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. അവസാന ദിനത്തിലെ ത്രില്ലർ ക്ലൈമാക്സിൽ 6 റൺസിനാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത്.